അടുത്തായിട്ട് ഇനി കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ 90s സോങ്സിലോട്ട് വരുമ്പോൾ ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയതും ഇഷ്ടപ്പെട്ടതും ഇതുപോലെ കഥ കണ്ടെത്തിയതുമായിട്ടുള്ള സോങ് ഏത്? കഥ പറയുന്നതിനേക്കാൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ഗാനങ്ങളുടെ ശില്പികൾ, എഴുത്തുകാർ, സംഗീത സംവിധായകർ, പാടുന്നവർ, ഈ ഉപകരണങ്ങൾ വായിക്കുന്നവർ, ഇവരെയൊന്നും നമ്മൾ വിമർശിക്കാൻ പാടില്ല എന്നൊരു കാരണം ഇവരൊക്കെ എന്താണ് വലിയ ഗിഫ്റ്റ് ആയിട്ട് അവർക്ക് കിട്ടിയ ഒരു സിദ്ധിയാണിത്. എല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിയില്ല. പക്ഷേ വളരെ മോശമായിട്ടൊക്കെ എഴുതി നമുക്ക് വിമർശിക്കാം. അങ്ങനെ വിമർശനം ഏറ്റുവാങ്ങിയ ഒരു മനോഹരമായ പാട്ടിനെ കുറിച്ചാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് എന്താണ് ആ പാട്ടിൽ എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ എഴുത്തുകാരൻ വിമർശനം ഏറ്റുവാങ്ങി. അത് വളരെ പ്രസിദ്ധമായ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് എന്നുള്ള പാട്ടാണ്. നമ്മൾ അത് ശ്രദ്ധിച്ചാൽ അറിയാം. വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കുന്ന നേരത്ത്. അപ്പൊ അന്ന് വിമർശനം വന്നത് വണ്ണാത്തിപ്പുഴയുടെ തീരത്തെങ്ങനെയാണ് തിങ്കൾ കണ്ണാടി നോക്കുന്നത് എന്നാണ്. ശരിയാണ്, വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് പൂഴിമണ്ണാണ്. പൂഴിമണ്ണിൽ കണ്ണാടി നോക്കാൻ പറ്റില്ല. പുഴയിൽ നിന്നായിരുന്നെങ്കിലും ഓക്കെ. അപ്പൊ അത് കൈതപ്പുറം തിരുമേനിയാണ് അതിന്റെ രചന. അദ്ദേഹം ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടു. യഥാർത്ഥത്തിൽ ആ പാട്ടിൽ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാ. ആ പാട്ടിൽ പറയുന്നത് അവൾ ഇറങ്ങി വന്നു എന്നുള്ളതാണ് പ്രധാനം. അവൾ ഇറങ്ങി വന്നു, എവിടെ, എപ്പോൾ, എങ്ങനെ, ഈ 3 ചോദ്യമാണ് നമ്മൾ ആ പല്ലവിയോട് ചോദിക്കുന്നത്. അവൾ ഇറങ്ങി വന്നു, എവിടെ ഇറങ്ങി വന്നു? വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് അവൾ ഇറങ്ങി വന്നു. എപ്പോൾ? വണ്ണാത്തിപ്പുഴയിൽ തിങ്കൾ കണ്ണാടി നോക്കുന്ന നേരത്ത് അവൾ വണ്ണാത്തിപ്പുഴയുടെ തീരത്തേക്ക് ഇറങ്ങി വന്നു. എങ്ങനെ? സ്വപ്നം കണ്ട് ഇറങ്ങി വന്നു. ഇങ്ങനെയാണ് കവിത നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്, അല്ലെങ്കിൽ പാട്ടുകളെ. പക്ഷെ നമ്മൾ നേർക്കുനേർ വരികളെടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തെറ്റല്ലാത്ത കാര്യങ്ങൾക്കും നമ്മൾ വിമർശിക്കും ആൾക്കാരെ. അതുകൊണ്ട് വളരെ ഇതൊരു വലിയ ശാഖയാണ്. ഒരുപക്ഷെ മറ്റ് ഒരു സാഹിത്യ രൂപത്തിനും ഇല്ലാത്തത്ര തരത്തിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന, ഏറ്റവും പാവപ്പെട്ടവനെ അല്ലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളിനെ മുതൽ ഏറ്റവും ഉയർന്ന നിൽക്കുന്നവരെ വരെ സ്വാധീനിക്കുന്ന ഒരു മീഡിയമാണ് ചലച്ചിത്ര ഗാനം, അല്ലെങ്കിൽ ഗാനം. ചലച്ചിത്രവും നാടകവും ലളിതവും ഒക്കെയായി ഗാനങ്ങൾ പല രീതിയിലുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി വിമർശനത്തിന് മുമ്പ്, പ്രത്യേകിച്ച് ഇത്തരം ഖണ്ഡന വിമർശനങ്ങൾക്ക് മുമ്പ്, ഈ ശില്പികളോട് അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് എല്ലാ ഗാന നിരൂപകരോടും എനിക്ക് പറയാനുള്ളത്. ശരിക്കും ഗാനം മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ഈ ഒരു ചിന്തയുണ്ട് വിമർശനങ്ങൾ. ഈ വളരെ മോശമായ പല വിവാദങ്ങളെയും വിമർശനങ്ങളെയും നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഒരുപാട് കഥകൾ പറഞ്ഞു, ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടി. അപ്പൊ നമ്മുടെ ഇനി പാടാൻ പോകുന്ന ഈ പാട്ടിലൂടെ തന്നെ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം അവസാനിപ്പിക്കാം.